LDF സർക്കാരിന്റെ കാലത്ത് തന്നെ കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമായെന്ന മുഖ്യമന്ത്രിയുടെ വാദം ചോദ്യം ചെയ്ത് മുൻമന്ത്രി വി ശിവൻകുട്ടി പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം ഇക്കഴിഞ്ഞ മെയ് 8-ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്ത്. പദ്ധതി പൂർത്തിയാക്കാൻ പരിമിതമായ സമയം മാത്രമാണ് ബാക്കിയെന്നും തുടർ നടപടി സ്വീകരിക്കണമെന്നും കത്തിലുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് MSF മന്ത്രിസഭാ ഉപസമിതിക്ക് കത്ത് നൽകി. VV അരുണിന്റെ റിപ്പോർട്ട്. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നതിന് ന്യായീകരണമായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ഇടത് സർക്കാർ കരാറിൽ ഒപ്പിട്ടപ്പോൾ തന്നെ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയാൽ മാത്രം അതില്ലാതാകില്ല. ഇനി ആ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറണമെങ്കിൽ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അല്ലെ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് ഇന്നലെയും മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിച്ചത്. അതിനെ തള്ളുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സതീശന്റെ ആരോപണങ്ങളെ, വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇന്നൊരു പുറത്തുവിട്ടൊരു കത്തിലൂടെ വി ശിവൻകുട്ടി ചെയ്തത്. ഒന്ന്, വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് എടുക്കുകയും അവർ രേഖാമൂലം കത്ത് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കോടതിയിൽ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സഞ്ജയ് കുമാർ IAS നമ്മുടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകന് അയച്ച ഒരു കത്താണ്. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള കത്താണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കത്ത് കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നത് വെച്ചാൽ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു നടപ്പിലാക്കുന്നില്ല, വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് അയച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒരു മറുപടിയും ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ വർഷം മെയ് 8-ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്താണ് വി ശിവൻകുട്ടി പുറത്തുവിട്ടത്. നവംബറിൽ അയച്ച 2025 അയച്ച കത്ത്, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അയച്ച കത്ത്, വിദ്യാഭ്യാസ സെക്രട്ടറി അയച്ച കത്ത് പുനഃപരിശോധിക്കണമെന്നായിരുന്നു ഇതിലെ ആവശ്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനം കരാറിന്റെ ഭാഗമല്ല, കരാറിൽ ഏർപ്പെട്ടിട്ടുമില്ല എന്ന മുൻ സർക്കാരിന്റെ ഇടത് മുന്നണിയുടെ വാദങ്ങൾ ശക്തി പകരുന്ന കത്താണ് ഇന്ന് വി ശിവൻകുട്ടി പുറത്തുവിട്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റേത് UDF-ൻ്റേത് U-ടേൺ ആണെന്ന വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഉന്നയിച്ചത്. ആദ്യം പണം വാങ്ങി എന്നൊക്കെയുള്ള കളവാണ് പറഞ്ഞത്, അതിപ്പോൾ മാറ്റി. PMCയുടെ ഭാഗമായിട്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല, കൊടുക്കുന്നില്ല. കാരണം എങ്ങനെയാണ്, എവിടെയാണ് നടപ്പിലാക്കുന്ന പാടില്ല, ഏത് സ്കൂളിലാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. PMC പറയുന്നതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട സ്കൂളുകളാണ് കേരളത്തിലുള്ളത്, ഇപ്പം തന്നെ നിലവിലുള്ളത്. അപ്പോൾ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് ചവറ്റുകുട്ടയിൽ എറിയും, അറബിക്കടലിലേക്ക് താഴ്ത്തും എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോഴും PMC പദ്ധതി നടപ്പിലാക്കാൻ ഒരുമ്പിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. കരാറിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം UDF-നുള്ളിലും ശക്തമാവുകയാണ്. MSF മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്യാബിനറ്റ് സബ് കമ്മിറ്റിക്ക്, മന്ത്രിസഭാ ഉപസമിതിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമാണ് PMC പദ്ധതി, അതുകൊണ്ട് തന്നെ കരാറിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് MSF മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദരാക്കുന്ന നീക്കമാണ് ഇപ്പോൾ MSF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. SFI പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയടക്കമുള്ള സമരപരിപാടികളുമായി SFI സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ AYF-ഉം ASF-ഉം ഒക്കെ സമരം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് സർക്കാർ നൽകിയിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.